അപ്പോൾ ഈ തന്തവൈബെന്ന് വിളിക്കപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ശരിയുമില്ലേ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതിലോട്ട് ഞാൻ വരാം. തന്തവൈബുകാർ ഈ ചെറുപ്പക്കാരിൽ അടുത്ത ജനറേഷനിലുള്ളവരെ മോശപ്പെട്ട ആയിട്ടുള്ളവരെ മാത്രം പിൻ പോയിൻ്റ് ചെയ്താണ് മാതൃകയാക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ തലമുറയിലുള്ളവർ ആരും ശരിയില്ല. എത്രയോ ചെറുപ്പക്കാർ നല്ലതായിട്ട് ഹെൽമെറ്റ് ഇട്ട് മാതൃകാപരമായിട്ട് ഓടിച്ചു പോകുന്നുണ്ട്. എന്തെങ്കിലും അപകടം വന്നാൽ ഓടി എത്തി രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈ യങ് ജനറേഷൻ്റെ മാതൃകയായിട്ട് തന്തവൈബുകാർ കാണുന്നില്ല. ഈ മോശം പ്രവൃത്തി ചെയ്യുന്നവരാണ് യങ് ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് തന്തവൈബിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണെന്ന് പറയാം. ഇനി നമുക്ക് റിയാലിറ്റിയിലോട്ട് കടന്നാൽ വേറെ കുറച്ച് പോയിൻറ്റ്സ് പറയാനുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് ആക്ടർ സലീം കുമാറിൻ്റെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതെല്ലാം ഞങ്ങളുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലോട്ട് വരാം. ഈ നമ്മളെ ജെൻസി എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് മില്ലനിയൽസ്, ജെൻ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 50s 60s ജനിച്ചവരാണ് ബൂമേഴ്സ് എന്ന് പറയുന്നത്. ബൂമർ ജനറേഷൻ. ഇവരെയാണ് എല്ലാവരും കംപ്ലയിൻ്റ് ചെയ്യുന്നത്. അവർക്കെതിരായിട്ട് അവരാണ് ഏറ്റവും വലിയ തന്തവൈബ് ആൾക്കാർ, ആ കാലഘട്ടത്തിൽ ജനിച്ചവർ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സൊസൈറ്റിയുടെ ഗ്രോത്ത്, ടെക്നോളജിയുടെ ഗ്രോത്തൊക്കെ നോക്കിയാൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. അത് ഒരു 1000 വർഷം 1000 ആണ്ടിലുള്ളതും 1200 ആണ്ടിലെയും ടെക്നോളജി ഒരുപോലെയായിരുന്നു. പക്ഷേ നമ്മൾ 1900-കളിലാണ് 1950-ലെ ഉള്ളൊരു ഗ്രോത്ത് വളരെ അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. അത് നോക്കിയാൽ ഇതിൻ്റെയല്ല ഇത്രയും ഇൻവെൻഷൻസും ഇതിനെല്ലാം വഴിവെച്ച ആളുകളാണ് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നവർ. അവരനുഭവിച്ച പല കാര്യങ്ങളുണ്ട്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 2 വലിയ മഹായുദ്ധങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷമാണെങ്കിലും ഒരുപാട് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അനുഭവിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, അന്ന് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഇല്ല, ഫോൺ കോളുകളെല്ലാം വളരെ പരിമിതമായിരുന്നു. ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാതെയാണ് ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക്, അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം ഒരാളെ കാണണമെങ്കിൽ ലൈവ് കോള് ചെയ്യാം, ഒരു ഫിലിം കാണണമെങ്കിൽ അത്യാവശ്യം OTTയിൽ എടുത്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട്, എൻ്റെ അച്ഛൻ ഫിലിം സൊസൈറ്റി പ്രവർത്തനമൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഈ ഹോളിവുഡ് സിനിമയെല്ലാം തിയേറ്ററിൽ വരും. പക്ഷേ ഒരു സോവിയറ്റ് പടമോ ഒരു ഫ്രഞ്ച് പടമൊക്കെ വേണമെങ്കിൽ അവിടുത്തെ എംബസിയിൽ വിളിച്ചറിയിച്ച് അവർ ആ വലിയ ഫിലിം പെട്ടി കപ്പലിൽ കൊടുത്തയച്ച് അത് പോയി കളക്ട് ചെയ്ത് ഫിലിം സൊസൈറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് കത്തടപാടുകളെല്ലാം ഒരു 3-4 മാസത്തെ സമയം വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഇത്രയും ഇതാണ് അന്നത്തെ ഒരു അവസ്ഥ. ഇന്നത്തെ അവസ്ഥയിൽ ഈ ജനറേഷനുള്ളവർ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ജെൻസിയുടെ അല്ലെങ്കിൽ ഈ തലമുറയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും ടെക്നോളജി അവരുടെ കയ്യിലുണ്ടായിട്ട് ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് പറയുന്നത് വെച്ചാൽ 1969 നാസ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ സമയത്ത് അന്ന് നാസയിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജിയും കാട്ടും പല മടങ്ങ് അഡ്വാൻസ്ഡാണ് ഇപ്പം ഓരോ വ്യക്തിയുടെ സ്മാർട്ട് ഫോണിലിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്ന് വെച്ചു, പക്ഷെ അന്ന് നാസ മനുഷ്യനെ ചന്ദ്രനിലിറക്കി. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? റീലുകൾ. മനസ്സിലായില്ലേ? ഞാൻ തന്തവൈബിലോട്ട് വരെയാണ്. ഇതാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രശസ്തി, അന്ന് കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ സിനിമാ രംഗങ്ങളിൽ എത്തുന്നു. കുറേ കാലം ഏതെങ്കിലും ഡയറക്ടർമാരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ട് നടനാവണമെങ്കിൽ ഒരുപാട് പേരുടെ ചീത്ത വിളിക്കിട്ട് അങ്ങനെ എത്തുന്നു. ഇപ്പോഴത്തെ എന്തെങ്കിലുമൊക്കെ തന്തവൈബിൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകമിങ്, അല്പവസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ചാൽ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഫേമസ് ആകുന്നു. ഉടനെ തന്നെ കടകളുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ഒരാൾ, ഞാൻ ഒരു തന്തവൈബ് പെർസ്പെക്റ്റീവിൽ പറയാം. ഒരാളൊരു ഫയർഫോഴ്സ് ഓഫീസറോ ഒരുപാട് നാടിന് ജീവൻ പണയം വെച്ച് സേവനം ചെയ്യുന്ന ഒരാൾ, അയാൾ നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ വന്നൊരു പെൺകുട്ടി 2 ഡാൻസ് കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇതൊക്കെ ആയി ഫേമസ് ആയ പെൺകുട്ടി, വലിയ സ്വീകരണം, ആൾക്കാർ, ജനത്തിരക്കുകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇറിറ്റേഷൻ വരുമല്ലോ. ഇതാണ് നമ്മൾ വേറൊരു വശത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പം. പിന്നെ ഈ ജെൻസിയിൽ കണ്ടുവരുന്നത് ഇവർക്ക് ഇൻസ്റ്റൻറ്റ് ഫേമസ് ആകണം, ഇതാണ് ഏക ലക്ഷ്യം. ഇത്രയും ടെക്നോളജി ഇരുന്നിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ റീലുകൾ ഉണ്ടാക്കുക എന്നുള്ളതിലോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. ഇല്ലാതെ ഈ ടെക്നോളജി വെച്ചിട്ട് എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇക്കാലത്ത് ടെക്നോളജി ഭയങ്കര ഒരു അനുകൂല സിറ്റുവേഷനാണ്. കാരണം
പണ്ട് നമുക്ക് ഞാൻ എൻ്റെ ജനറേഷൻ അല്ല പറഞ്ഞത്, ഞാൻ 90s കിഡാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് അല്ല പറഞ്ഞത്. പണ്ടത്തെ ആളുടെ കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു റിസർച്ചിന് തന്നെയാണെങ്കിലും എത്ര ലൈബ്രറികളിൽ പോകണം, സംശയങ്ങൾ തിരുത്തണമെങ്കിൽ, അങ്ങനെയുള്ള അവസരം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഗൂഗിളിലുണ്ട്. പെട്ടെന്ന് തന്നെ ശോധഗംഗ എന്ന് പറഞ്ഞ സൈറ്റിൽ കേന്ദ്ര സർക്കാരിലെ എല്ലാ റിസർച്ച് PhD തീസിസുകളും എല്ലാം അപ്ലോഡാണ്. ഒരാൾക്ക് PhD ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. വീട്ടിൽ ഇരുന്നിട്ട് തന്നെ വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം വയ്ക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അതിനനുസരിച്ചൊരു ശ്രമം വരുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ ഈ പറയാൻ വേണ്ടി ഞാൻ വന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോഴത്തേക്കും 2018 ശേഷം ഇന്ത്യയിൽ റിസർച്ചിൻ്റെയൊക്കെ ഗ്രാഫ് കൂടിയിട്ടുണ്ട്. അതും ഇൻ്റർനെറ്റിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മളുടെ കൺമുമ്പിൽ വരുന്നത് ഈ പറഞ്ഞ അല്പവസ്ത്രം. ഓക്കെ, വീണ്ടും എന്നെ തന്തോയിപ്പ് പറയും. ഞാൻ അത് പറയാൻ വെച്ചാൽ അല്പവസ്ത്രത്തിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അതൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു പരിപാടി. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മളെപ്പോഴും അവരെ കാണുന്നുള്ളൂ, അല്ലാതെ ഈ ഇന്നോവേറ്റീവായിട്ട് ചെയ്യുന്നവരെ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തതെന്ന് വെച്ചാൽ അതാണ് ഇവിടെ മാധ്യമങ്ങളുടെ ഒരു കേസ്. നമ്മൾ കുറച്ച് കോപ്രായം കാണിക്കുന്നവർക്കാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. നമുക്കറിയാം തിയേറ്റർ റിവ്യൂസ്, പക്ഷെ പണ്ട് കാലത്ത് നല്ല നിരൂപണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലെ നിരൂപണത്തിന് ദേശീയ അവാർഡും കേരള സർക്കാരും വരെയുണ്ട്. പക്ഷെ അത്തരം നിരൂപണങ്ങൾക്കൊന്നും അല്ല ഇവിടെ കൂടുതൽ സ്പേസ് കിട്ടുന്ന കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ മാധ്യമ ശ്രദ്ധ, ഒരു അറ്റൻഷനൊക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണക്കാർ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ പിന്നെയും വ്യൂവർഷിപ്പ് കൊടുക്കുന്നു, പിന്നെയും കമൻ്റ് ഇടുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്ത് വിചാരിക്കും, ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കാണ് നമുക്ക് റീച്ച് കിട്ടുന്നത്. അല്ല, മറ്റേ തത്വചിന്തകനെ വിളിച്ചു വരുത്തി അവനെക്കുറിച്ച് 16-ാം നൂറ്റാണ്ടിൽ ഒരു പഠനം പറഞ്ഞപ്പോഴത്തേക്ക് 10 പേര് കാണാനില്ലായിരുന്നു. അപ്പോൾ അവർക്ക് മോണിറ്റൈസ് ചെയ്യാനോ ഇതൊക്കെയാണ് നല്ലത്. അപ്പോൾ ഈ പഴയ തലമുറയിലുള്ള ആളുകൾ വിചാരിക്കും പുതിയ തലമുറ ഇതൊക്കെ തന്നെയാണ്, അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ റിസർച്ചും ഇതൊന്നും ആരും കാണുന്നില്ല. ഇതാണ് റിയാലിറ്റി. അതായത് മാധ്യമങ്ങൾ അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതെ, മാധ്യമങ്ങൾ നല്ല കോണ്ടന്റുകൾ, അതിന് വ്യൂവർഷിപ്പ് ഇല്ലെങ്കിൽ പോലും നല്ല സംഗതികൾ ഒരു എക്സ്പോഷർ കൊടുക്കണം. ഒരു 9 എണ്ണം ഈ പറഞ്ഞ അറ്റൻഷൻ ഗ്രാബിങ് സാധനങ്ങൾ ഇട്ടാലും ഒരെണ്ണമെങ്കിലും ഈ പറഞ്ഞ നല്ല സ്റ്റഡീസും അല്ലെങ്കിൽ ആരെങ്കിലും പുതിയ ചെറുപ്പക്കാർ, കാരണം എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട്, അവരെന്തെങ്കിലും ഫണ്ടിങ്ങിനൊക്കെ ആണെങ്കിൽ അവരുടെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ല. ഒരു 2-3 ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഫണ്ടിങ് വരുമായിരുന്നു. പക്ഷേ അവർ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ചെന്നിട്ട് എൻ്റെ ഒന്ന് വാർത്ത ഇടുമോ, ഞാൻ ഇങ്ങനൊരു സംഗതി അവരാരും ഇടില്ല. പക്ഷേ ഇതേ കക്ഷി റോഡിൽ ഇറങ്ങി തുണിയില 2 ഡാൻസ് കളിച്ച് അങ്ങനെ റീലിട്ടിരുന്നെങ്കിൽ ഇത് വിവാദമായി, നാട്ടുകാരുടെ പൊങ്കാല, സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരും. ഇതാണ് ഒരവസ്ഥ.